അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള സ്പ്രെഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്തെന്നല്ല, എന്തിൻ്റെ പേരിലാണോ നിങ്ങളിൽ നിന്ന് അകന്നിട്ടുള്ളത് ആ ഒരു ടൈം തൊട്ടേ ഈ ഒരു പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ എന്നിട്ടുള്ളത് ഒരു 100% ഒരു എന്താ ഫേക്കായിട്ടൊന്നും തന്നെയല്ല, ജെനുവിനായിട്ട് തന്നെ നിന്നിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇവർ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഇവർ തെറ്റുകാരായി പോയതുപോലെയാണ്. ഇവർക്ക് ശരിക്കും ആ ഒരു കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. അതായത് നിങ്ങളുടെ മുന്നിൽ പോലും എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിയ സമയത്ത് ഇവർ തെറ്റുകാരാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞതൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു കാര്യം, ഈ സമയത്ത് പോലും ഇവർ വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പോലും അവരെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവർ കാരണം മറ്റുള്ളവർ വിഷമിക്കരുതെന്ന് വിചാരിക്കുന്നൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം ഒരു ഫാമിലി പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അതായത് ഫാമിലി കഴിഞ്ഞ് മറ്റാരും ഉള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഇത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, മേ ബി അത് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതായത് ഫാമിലിയാണ് എല്ലാം, അവർക്ക് വേണ്ടിയിട്ടാണ് ലൈഫ് കൊണ്ടുപോകുന്നതെന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല നിങ്ങളെ പോലും മറന്നുകൊണ്ട് ഫാമിലിയോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ളത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും ഫാമിലിയാണ്, അല്ലെങ്കിൽ ഫാമിലി തടസ്സം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കുറേയധികം ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ഏജ് വൈസ് അല്ലെന്നുണ്ടെങ്കിൽ കാസ്റ്റ്, റിലീജിയൻ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നമായിരിക്കാം. അതായത് ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു 6 of Cups ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ 3 of Swords ആണെങ്കിലും ഈ ഒരു സമയത്ത് പോലും അവർ ഹൃദയം നുറുങ്ങുന്ന വേദന അവർക്കുണ്ട്. അതുപോലെ തന്നെ 6 of Cups ആണെന്നുണ്ടെങ്കിലും ആരോടൊപ്പമാണ്, അല്ലെങ്കിൽ ഏതും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലത്തിരുന്നാൽ കൂടിയും അവരുടെ ചിന്തകൾ മുഴുവൻ നിങ്ങളിലേക്കാണ്. അതായത് ആ ഒരു പാസ്റ്റ് എനർജി അവർക്ക് ഒട്ടും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ ഇരിക്കുന്നൊരു ടൈമായിട്ടൊക്കെയാണ് കാണുന്നത്. ശരിക്കും ഈ ഒരു പേഴ്സൺ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതിൻ്റെ റീസൺ ഒന്ന്, നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ ശരിക്കും വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ആഗ്രഹിച്ച പോലെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതായത് റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് ഇവർ നിങ്ങളെ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഏതെങ്കിലും മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളുള്ളവരായിരിക്കാം. മേ ബി ഫിസിക്കൽ അപ്പിയറൻസ് വൈസ് കുറേയധികം സുന്ദരിയോ സുന്ദരനോ ഒക്കെ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ, അതായത് ഇവർക്ക് അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ എന്തൊക്കെയോ കഴിവുകളുള്ള പേഴ്സൺസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വിചാരം എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ മാരേജ് ഒക്കെ ചെയ്യാനിരുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് കൈ നീട്ടി നിങ്ങളെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. മേ ബി നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇവരുടെ വീട്ടിൽ അറിയാവുന്നതുമായിരിക്കും. ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്താണ് കൂടുതലും ഈ ഒരു തടസ്സമുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ അതെന്താണെങ്കിലും അവർ അവർക്ക് വേണ്ടിയിട്ട് ആ തേർഡ് പാർട്ടി ആരാണെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയെ വേദനിപ്പിക്കുന്നത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരു സാക്രിഫൈസ് ചെയ്ത് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകളൊക്കെ തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. എന്ത് വന്നാലും നിങ്ങളെ നിങ്ങളെ കൂടെ കൂട്ടും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു രീതിയിലും കൈവിടില്ല എന്നുള്ള രീതിയിൽ വാക്കുകൾ തന്നിട്ടുണ്ടായിരിക്കാം. അത് ഈ ഒരു പേഴ്സൺ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി പെട്ടെന്ന് പോകും എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവർ പോലും വിചാരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ഒരു കാര്യം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിഫറൻസ് എന്താണോ അതിൽ ചൂണ്ടിക്കാട്ടി ആ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. സ്റ്റിൽ ഈ ഒരു സമയത്തും ഫണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്തും ഈ ഒരു പേഴ്സൺ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എങ്കിലും ഒരു രീതിയിലും നീക്കുപോക്കില്ല. മാത്രമല്ല, ഇവിടെ കിട്ടിയിട്ടുള്ള നൈറ്റ് ഓഫ് സ്വാർട്സ് ഉണ്ടോ, ഈ ഒരു സമയത്തും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഓടി തോൽപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ
വെറുതെ ഇരിക്കുകയല്ല. ആ ഒരു സാഹചര്യം എന്താണെങ്കിലും അത് മാറുന്നിടം വരെ കാത്തിരിക്കാനുള്ള രീതിയിലേ നിൽക്കുന്നില്ല. അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു രീതിയിലും അത് എത്താനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ നെഗറ്റീവ് തോട്ട്സ് ആണെന്നുണ്ടെങ്കിലും അതല്ല ഇവരുടെ ഇപ്പോഴത്തെ ചിന്തകൾ ഏറ്റവും കൂടുതൽ ഇവർക്കൊരു വിഷമമാണ് കൂടുതലായിട്ടുള്ളത്. അതായത് ഇവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും ധർമ്മസങ്കടത്തിലായിട്ടുള്ളൊരവസ്ഥ. തേർഡ് പാർട്ടി പറയുന്നത് അവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോടാണ് ചായ്വ് കൂടുതൽ എന്നുള്ള രീതിയിലായിരിക്കാം. നിങ്ങളാണെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ അടുത്തു നിന്ന് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് പോലെയോ ഒരു ലെസ് കോണ്ടാക്റ്റോ ഒക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷന് വേണ്ടിയിട്ട് അവർ അവോയ്ഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവരുടെ വിഷമം എന്ന് പറയുന്നത് ഇവരുടെ സന്തോഷം മറ്റാർക്കൊക്കെയോ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരുപാട് അനുഭവിക്കുന്നുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണോ തെറ്റിച്ചത് അവരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് ഒരു രീതിയിലും ഇവർ ഇനിഷ്യേറ്റ് ചെയ്ത് വരുന്നില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലും ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് സാഡായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല ശരിക്കും ഇവിടെ ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ പ്രൈസ്ലെസ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ വാല്യുബിൾ ആയിട്ട് ഈ ഒരു സമയത്ത് പോലും ഇവർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു കാര്യം, ഇത്രത്തോളം സ്നേഹം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയധികം വേദന തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരതിൽ ഇരട്ടി വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഫാമിലി പേഴ്സൺ ആയിരിക്കാം. കുറെ കൂടി ഇത് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. മേ ബി അത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ലൈഫ് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഫാമിലി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മേ ബി എന്തെങ്കിലും തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. അതിനെക്കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഇഷ്ടപടയുന്ന അങ്ങനെ ഒന്ന് അവോയ്ഡ് ചെയ്ത് വരാനായിട്ട് പറ്റില്ല. സാവകാശം അത് മാറാനായിട്ട് ഇവർ ട്രൈ ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൺ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫോണിലൂടെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഇപ്പോൾ ഇവർക്കൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കാം. ഇവർക്ക് ചുറ്റിനും തടസ്സങ്ങളുണ്ട്. മേ ബി കോൺടാക്ട് ചെയ്യുന്നതിലൊക്കെ തന്നെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ മെസ്സേജസ്, മേ ബി നിങ്ങൾ തമ്മിലൊരു ലെസ് കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് പറയാനോ അല്ലെങ്കിൽ അതെന്താണെന്ന് അവർ നിങ്ങളെ ധരിപ്പിക്കാനോ ഒന്നും പറ്റിയൊരു സാഹചര്യമായിട്ട് കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അതൊക്കെ ഒന്ന് ഓപ്പണായിട്ട് പറയണം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം മാറി മാറിയിട്ട് അതുപോലെ തന്നെ ഇവിടെ റീബർത്ത് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഇവരുടെ ഒരു മനസ്സെന്ന് പറയുന്നതും ഇവരുടെ ആ ഒരു പ്രയത്നം എന്ന് പറയുന്നതും റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാറാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് അവരുടെ മനസ്സും ഒക്കെ തന്നെ ചിന്തകളും പ്രേയേഴ്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മെമ്മറീസ്, പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ആ ഒരു നല്ല നല്ല മെമ്മറീസിലൊക്കെ തന്നെയാണ് അവരവരുടെ വിഷമങ്ങളൊക്കെ മറക്കുന്നത് പോലും. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മോട്ടിവേഷൻ പോലും അത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഒരു റിയൂണിയൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി റീഡിങ്ങിൽ കാണുന്നുണ്ട്. എല്ലാ പോസിറ്റീവ് എനർജീസും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ.